ഷിബു ബേബി ജോൺ RSP സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് അസീസ് ആയിരിക്കും സംസ്ഥാന സെക്രട്ടറി. ഇരുവരത്ത് NK പ്രേമേന്ദ്രൻ MPയുടെ മകൻ കാർത്തിക് രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നും സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സൂര്യഗായത്രി, ഈ വിവരങ്ങൾ നമുക്ക് ലഭിച്ച സോഴ്സ് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു. പറയൂ. ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഷിബു ബേബി ജോൺ ഒഴിയാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ നയിക്കുക മുൻ സംസ്ഥാന സെക്രട്ടറി അസീസ് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ RSPയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളിൽ ഇതുവരെയും എവിടെയാണ് മത്സരിക്കേണ്ടെന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല. 5 സീറ്റുകളിലാണ് RSP കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്നത്. അതിൽ 2 സീറ്റുകൾ അത് കുന്നത്തൂരും ചവറയുമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. 2ഇടത്തെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂറും അതുപോലെ തന്നെ ചവറയിൽ ഷിബു ബേബി ജോണും മത്സരിക്കും. മറ്റ് 3 സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ജില്ലാ എക്സിക്യൂട്ടീവിലും ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും അത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവുമായിട്ട് ചർച്ച ചെയ്യാനാണ് RSP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് പ്രതിപക്ഷ നേതാവുമായിട്ട് സീറ്റ് വെച്ചുമാറുന്ന കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാവുക. ഇടുക്കിയിൽ വെച്ചായിരിക്കും ചർച്ച എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 24-ാം തീയതി മുതൽ മണ്ഡലം കമ്മിറ്റികൾ ആരംഭിക്കുമെന്നുള്ളതാണ്. ഇരവിപുരത്ത് നിലവിൽ 2 പേരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് കാർത്തിക് പ്രേമചന്ദ്രന്റെ പേരും മറ്റൊന്ന് സജി ഡി ആനന്ദിന്റെ പേരുമാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ ആർക്കാണോ ഭൂരിപക്ഷം കൂടുതൽ, ആർക്കാണോ പിന്തുണ കൂടുതൽ, അവരെ ആയിരിക്കും ഇരവിപുരത്ത് നിർത്തുക. മണ്ഡലം കമ്മിറ്റിയിൽ ആരുടെ പേര് കൂടുതലായിട്ട് ഉയർന്നു കേൾക്കുന്നുവോ, ആർക്കാണോ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത്, അവരെ ഇരവിപുരത്ത് നിർത്താനാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. അതുപോലെ തന്നെ മറ്റ് 2 സീറ്റുകൾ അത് ഏതെന്ന കാര്യത്തിലും തീരുമാനം ആകേണ്ടതായിട്ടുണ്ട്. എന്തായാലും സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.